بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله، والصلاة والسلام على سيد الكونين سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരന്മാർ, മഹബത്ത് സംബന്ധിച്ച് പറയുമ്പോൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റു മുഴുവൻ മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ബാബു ഹലാവത്തിൽ ഈമാനി എന്ന അധ്യായത്തിലാണ് കൊണ്ടുവന്നത്. ഈമാനിൻ്റെ മധുരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈമാനിൻ്റെ മധുരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമൻ അഹബ്ബ അബ്ദൻ لا يحبه إلا لله ومن يكره أن يعود إلى الكفر كما يكره أن يلقى في النار. صدق رسول الله صلى الله عليه وسلم. ثلاث മൂന്ന് കാര്യം മൻ കുന്ന ഫീഹി, ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാനി, ഈമാനിൻ്റെ മധുരം അവൻ എത്തിക്കുന്നതാണ് ഇവകൾ കാരണമായി. ഒന്നാമത്തേത് മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹു തആലയും അവൻ്റെ റസൂലും അവന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുക മിമ്മാ സിവാഹുമാ, അല്ലാഹു തആലയും റസൂലും അല്ലാത്ത എല്ലാ വസ്തുവിനേക്കാളും പ്രിയപ്പെട്ടവൻ ആവുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം എങ്ങനെയാണ് പ്രിയപ്പെട്ടൽ? വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ ഏറ്റവും അധികം പ്രിയം വെക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്താണ് ഏറ്റവും അധികം അള്ളാഹുവിനെ പ്രിയം വെക്കാൻ കാരണം? അത്
ഒന്ന്, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, അതിന് പ്രതിഫലം കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ആകൃതിയിൽ നല്ല രീതിയിൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്നാണ് ഒരു കൈയിൻ്റെ അടി വലിപ്പത്തിൽ, അല്ലെങ്കിൽ 2 കൈ വെച്ചാലുണ്ടാകുന്ന അത്രയും വലിപ്പത്തിലാണല്ലോ ഓരോ മനുഷ്യൻ്റെയും മുഖം. ഇങ്ങനെ 2 കൈ വെക്കുന്ന സ്ഥലമാണ് മുഖം. എന്നാൽ ഈ മുഖത്ത് ഒരു വ്യത്യാസമില്ലാത്ത ഒരു മനുഷ്യനെയും നാം കാണുന്നില്ല. ഇവിടെ തന്നെ ഇപ്പം നോക്കിയാൽ ഓരോ മനുഷ്യൻ്റെയും മുഖം മറ്റൊരു മനുഷ്യനുമായി വ്യത്യാസപ്പെട്ടിട്ടാണ്. ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടു? അത് ഒരു കട്ടയെടുത്ത് വെച്ചിട്ട് സിമെൻ്റ് ഇട്ട് വലുതാക്കിയതല്ല, വേറെ ആണി മേടിയിട്ട് ശരിപ്പെടുത്തിയതല്ല, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ശരിപ്പെടുത്തിയതല്ല. ഇതൊന്നും അല്ലാത്ത വിധത്തിൽ മനുഷ്യൻ്റെ മുഖം വ്യത്യാസപ്പെട്ട രീതിയിൽ അള്ളാഹു തആല സൃഷ്ടിച്ചു. ഇത് അള്ളാഹുവിനല്ലാതെ ആർക്ക് കഴിയും? ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും വളരെ അത്ഭുതകരമാണ്. ഉദാഹരണത്തിന്, നാം സ്വത്ത് വിൽപ്പന നടത്തുമ്പോൾ വിരൽ അടയാളം വെച്ചു കൊടുക്കും, ഫിംഗർ. ഈ വിരലടയാളം വെച്ചു കൊടുക്കുക എന്ന് തുടങ്ങിയതാണ്. ഈ ലോകം ജനങ്ങൾ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം ഇന്ത്യ ഉണ്ടായത് മുതൽ തുടങ്ങിയതാണ്. മറ്റ് ഗൾഫ് നാടുകളിലൊക്കെ ചെന്നാലും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കയറി ഇറങ്ങിപ്പോകുന്നു. എല്ലാവരും അവൻ്റെ ഈ ഫിംഗർ കൊണ്ട് മാത്രമാണ് ആളെ കണ്ടുപിടിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ അത്ഭുതം ആണ് ഈ കാണുന്ന ഇത്രയും സ്ഥലത്ത് നോക്കിയാൽ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അവിടെ വരയും കുഴിയും ഒന്നുമില്ല. എങ്കിൽ പോലും ഒരു സീലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ചെറിയ 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 വരകൾ നമുക്ക് കാണാം. ഈ വര ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും ഇത്രയും ചെറിയൊരു കൈ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് മറ്റൊന്നിനോട് തുല്യമാവുകയില്ല എന്നാണല്ലോ ഈ ഒപ്പുവെപ്പിക്കുന്നതിൻ്റെ അർത്ഥം. പെണ്ണുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടൊരു ഒപ്പ് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള പല തന്ത്രങ്ങളുമുണ്ട്. അതുപോലെ വേറൊരാൾക്ക് ഒപ്പിടാൻ കഴിയും. എന്നാൽ ഒരാളുടെ കൈവിരലിൻ്റെ അടയാളം പോലെ മറ്റൊരുത്തൻ്റെ കൈവിരൽ ഉണ്ടാവാത്ത വിധം ഈ ചെറിയ സ്ഥലത്തുള്ള വരകൾ കൊണ്ട് അള്ളാഹു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല എത്ര വലിയ ഭംഗിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വിവരിച്ചാൽ ഇപ്പോൾ സമയം വൈകിപ്പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അള്ളാഹു ചെയ്ത മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഇവിടെയെല്ലാം ഓക്സിജൻ നിറഞ്ഞു കിടക്കുകയാണ്.
ഈ ഓക്സിജൻ ഇല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല. ശ്വാസം മുട്ടി മരിച്ചു പോകും. ഈ ഓക്സിജൻ അല്ലാഹു തആല നമുക്ക് പടച്ചു തന്നു. അതിന് ഇക്കാലം അത്രയും ഒരാൾ ഒരു ഓഫീസിൽ പോയി ഞങ്ങൾക്ക് ഇത്ര അളവിൽ ഓക്സിജൻ വേണം എന്ന് അപേക്ഷ കൊടുത്തിട്ടില്ല. കൊടുത്താൽ തരാൻ ആർക്കും കഴിയുകയും ഇല്ല. ഞങ്ങൾക്ക് ഓക്സിജൻ വേണമെന്ന് അപേക്ഷ കൊടുക്കേണ്ടതില്ല. അതിന് വയറിങ് നടത്തേണ്ടതില്ല. ഇതൊന്നുമില്ലാത്ത വിധത്തിൽ ഈ ലോകം മുഴുവനും ആകാശത്തിൻ്റെ ചുവട്ടിൽ എല്ലാം ഈ ഓക്സിജൻ പടച്ചു വച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. അത് ഇല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും. ചില രോഗികൾ ഓക്സിജൻ സ്വയം മൂക്കുകൊണ്ട് വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു യന്ത്രം മുഖേന അത് വലിച്ചെടുക്കും. യന്ത്രം മുഖേന വലിച്ചെടുക്കാൻ കഴിയാതെ ആകുമ്പോൾ ആ യന്ത്രം എടുത്തു കളയുന്നു. ഉടനെ ഇദ്ദേഹം മരിച്ചു പോകുന്നു. അപ്പോൾ മനുഷ്യരുടെ ജീവിക്കാൻ ഏറ്റവും അനിവാര്യവും നിർബന്ധവുമായ ഓക്സിജന് ഒരു വിലയും കൊടുക്കാതെ, അപേക്ഷ കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെറുതെ തന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലെങ്കിലും അവൻ്റെ ജീവിതത്തിന് ഒരു തടസ്സവുമില്ലാത്തതാണ് സ്വർണം. ആ സ്വർണത്തിന് ധാരാളം വില കയറുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതാണ് വെള്ളം. ആ വെള്ളത്തിന് വില ഇല്ല. അല്ലാഹു തആല വിലയില്ലാതെ വെള്ളം മനുഷ്യന് കൊടുത്തു. പക്ഷേ ആ വെള്ളത്തിനും കിണർ കുഴിക്കാനുള്ള ചിലവ് വരും. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള പൈപ്പുകൾ വേണം. ഈ ഓക്സിജന് അങ്ങനത്തെ യാതൊരു കുഴിയും വേണ്ട, അതിന് കമ്പി വേണ്ട, അതിന് പൈപ്പ് വേണ്ട, അപേക്ഷ വേണ്ട, ഒന്നുമില്ലാതെ അല്ലാഹു തരുന്നു. അപ്പം ഏറ്റവും അനിവാര്യമായത് വെറുതെ തരുന്നു. ഒരിക്കലും ആവശ്യമില്ലാത്തതിന് വലിയ വില ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള ഗുണങ്ങൾ. ആ കൂട്ടത്തിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ അവൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അലം നജഅൽ ലഹു ഐനൈനി, രണ്ട് കണ്ണ് നാം അവന് കൊടുത്തില്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അത് മടക്കി കിട്ടുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൈവുള്ളവൻ കൊടുക്കാൻ തയ്യാറാണ്. അത്രയും അധികം വിലയാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്ക് ഉള്ളത്. അത് അല്ലാഹു വെറുതെ തന്നതാണ്, അപേക്ഷ കൊടുത്ത് പാസാക്കിച്ചതല്ല. രണ്ടാമത് അല്ലാഹു പറയുന്നു, വലിസാനൻ, നിങ്ങൾക്കൊരു നാവിനെ തന്നു. ഈ നാവ് വല്ലാത്ത ഒരു ടെസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ. ഒരു ഇലക്ട്രിക് വയറിങ്ങുകാരൻ ചുമരിൻ്റെ ഉള്ളിൽ വയറിന് കറണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ഒരു ടെസ്റ്റർ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവനറിയും ഇവിടെ കറണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന്.
എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവിലേക്ക് ഒരു തുള്ളി വെള്ളം ഉറ്റുമ്പോൾ ആ സമയത്ത് തന്നെ നാവ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നു ഇത് ചൂട് കൂടിയതാണ്, കുറഞ്ഞതാണ്, കയ്പാണ്, മധുരമാണ്, രുചിയാണ്, പുളിയാണ്, എരിവാണ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈ ഒരൊറ്റ നാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ നാവിൽ ഒരു തുള്ളി ഉറ്റിയാൽ നാം അപ്പോൾ അറിയുന്നു ഇതിൻ്റെ കയ്പും മധുരവും രുചിയും പുളിയും എല്ലാം. അത്രയും വലിയ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സാധനം എവിടെയാണ് ഉള്ളത്? ഇത് അല്ലാഹു തആല നമുക്ക് തന്ന വെറുതെ തന്ന ഒരു സാധനമാണ്. അതിൻ്റെ പുറമെ സംസാരിക്കാൻ നാവ് വേണം. പക്ഷെ നാവ് മാത്രം ഉണ്ടായാൽ പോരാ, രണ്ട് ചുണ്ട് അവിടെ ഉണ്ടാവണം. അത് മുറിഞ്ഞു പോയാൽ സംസാരം ശരിയാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു ഈ ആയത്തിൽ തന്നെ പറയുന്നു വശഫത്തൈനി, രണ്ട് ചുണ്ടും നാം അവന് കൊടുത്തില്ലേ എന്ന്. അങ്ങനെ കണ്ണും നാവും ചുണ്ടും പല്ലും ഓരോ അവയവങ്ങളും എടുത്തു നോക്കിയാൽ സുബ്ഹാന ജല്ല ജലാലു, എത്ര വലിയ ഒരു തർക്കീബാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാലുവേദനക്കാരന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ കൈയിൻ്റെ മുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. തലവേദനയുള്ളവനും കൈയിൻ്റെ മുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. വയറുവേദനയുള്ളവരും അതുപോലെ തന്നെ. എല്ലാ രോഗം കൂടി ഒരാൾക്ക് 10-15 ഗുളിക കഴിക്കണം. അതൊന്നായി വായിലൊക്കെ അങ്ങ് കൊടുത്ത് വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോയാൽ ഓരോ രോഗത്തിനും ആ ഗുളികയുടെ ഫലം സിദ്ധിക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഘടനയുടെ കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കി അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം നമുക്കുണ്ടാവണം. എന്നാൽ ഒരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചപ്പോൾ അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് അദ്ദേഹം കരുതി. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഓടിച്ചെന്നു, യാ റസൂലല്ലാഹ് കുന്തു ഉസല്ലി ഇന്നമാ നാദൈതനി, തങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ട് വരാതിരുന്നതാണ് എന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചത് അലം തസ്മ ഖൗലഹു തആല, അല്ലാഹു പറയുന്നത് നീ കേട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. ഇദാ ദഅാകും, റസൂലുള്ളാഹി നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം എന്നാണ് അത് നിസ്കാരത്തിലായാലും ശരി അല്ലാത്തപ്പോഴായാലും ശരി സമയത്തിൻ്റെ വ്യത്യാസമില്ല. റസൂലുള്ള എപ്പോൾ വിളിച്ചോ അപ്പോൾ ഉത്തരം ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പന സ്വീകരിക്കാതിരുന്നാൽ റസൂലുള്ളാഹിക്ക് ഉത്തരം ചെയ്തവൻ ആവുകയില്ല, അള്ളാഹുവിന് ഉത്തരം ചെയ്തവനും ആവുകയില്ല. അള്ളാഹുവിന് ഉത്തരം ചെയ്യൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഉത്തരം ചെയ്യൽ കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് നാം നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു
എന്ന് പറയുന്ന ഈ അഭിമുഖമായ ഭാഷണം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നത് എങ്കിൽ പോലും ഇത് നിർത്തിവെച്ച് റസൂലുള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊള്ളണമെന്നാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അള്ളാഹുവാണ് നമ്മളോട് ഇത് കൽപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഉത്തരം ചെയ്യണം. അവിടുന്ന് വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്തു കൊള്ളണം. അത് നിസ്കാരത്തിലായാലും ഇയ്യാക്കനഅ്ബുദു പറയുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഉത്തരം ചെയ്യണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹു തആലയും റസൂലും അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടവൻ അവനാണ് ഈമാനിൻ്റെ രുചി ആസ്വദിച്ചവൻ, ഈമാനിൻ്റെ മധുരം ലഭിച്ചവൻ. മറ്റൊക്കെ മുഅ്മിന് ഇങ്ങനെ പറയാതല്ലാതെ ഈമാനിൻ്റെ ആ മധുരം അവൻ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റവും പ്രിയം വേണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും അധികം പ്രിയമുണ്ടാവണം. മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ഭാര്യമാരെക്കാൾ, മറ്റ് സുഹൃത്തുക്കളെക്കാൾ. അത് വേറെ ഉദാഹരണത്തിന് ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി ഫതറബ്ബസൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഇവരെല്ലാവരെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾക്ക് പ്രിയം വേണം. അതില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പ്രതീക്ഷിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹു തആലയും റസൂലും അല്ലാത്ത എല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും ഏറ്റവും പ്രിയമുള്ള മഹബത്തുള്ളവൻ ആകണം. അപ്പോഴാണ് ഈമാനിൻ്റെ മധുരം ലഭിക്കുക എന്നാണ് ഈ ഹദീസിൻ്റെ ചുരുക്ക സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ കാരണം ഒന്നാമത്തത് അവിടുത്തെ അഖ്ലാഖുകൾ, അവിടുത്തെ സ്വഭാവം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ഖാലത്ത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനാണ് നബി തങ്ങളുടെ സ്വഭാവം. ഖുർആൻ എന്തെല്ലാം നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും 100% ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് മറുപടി പറയുന്നു. അപ്പോ സൽ സ്വഭാവം ഏറ്റവും വലിയ സത്താണ് മനുഷ്യൻ്റെ സൽ സ്വഭാവം. അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ
സ്വഭാവം നല്ലവനാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ സ്വഭാവം നന്നായിരിക്കണം. ഈ സ്വഭാവത്തിൽ വെച്ച് ഏറ്റവും അധികം മേലായ സ്വഭാവം അഹ്സനുൽ അഖ്ലാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. നബി തങ്ങൾക്ക് കിബ്ർ ഇല്ല, നബി തങ്ങൾക്ക് അസൂയയില്ല, നബി തങ്ങൾക്ക് അനാവശ്യമായ ഒരാളോട് ദേഷ്യം വെക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളെ പ്രിയവെക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് അവർക്ക് പേര് അബൂബക്കർ എന്നായത്? അവരുടെ പേര് അബ്ദുല്ലാഹി എന്നായിരുന്നു. ഉബൈബ വെച്ച പേര്. പിന്നെ ഈ പേര് കിട്ടിയത് അവ്വലുമൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി തങ്ങളെ കണ്ട ഉടനെ, കേട്ട ഉടനെ, കാണാൻ പോയി, കണ്ട ഉടനെ തന്നെ ഒരൊറ്റ ചോദ്യവുമില്ല, സംശയമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം വിശ്വസിക്കുകയാണ്. ആദ്യമായി പുരുഷന്മാരിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂബക്കർ എന്ന പേര് വെച്ച്. ബക്കർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ആദ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആദ്യം വിശ്വസിച്ച ആൾ എന്ന അർത്ഥത്തിലാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ആ പേര് തന്നെ കിട്ടിയത്. കാരണം അല്ലാഹു തആല ഹിദായത്ത് വെച്ച ആൾക്ക് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അപ്പോ ഇസ്ലാം മതം വിശ്വസിക്കാൻ തോന്നാതിരിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം അത്രയും നല്ല സ്വഭാവമാണ്. ആദ്യമായി റിസാലത്തിൻ്റെ വഴി 40-ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി കൊടുത്ത് പോയതിൻ്റെ ശേഷം അവിടുത്തെ തരുണിമണിയായ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് ഈ കാര്യം വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടത്തേക്ക് പുതപ്പിട്ട് മൂടിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുതപ്പിട്ട് മൂടി തണുത്തിട്ട് അല്ല, ബേജാറ് കൊണ്ട് എന്താണ് തങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ അല്ലാഹു തആല ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ 1.25 ലക്ഷം അംബിയ മുർസലുകൾ തൗഹീദുമായി വന്നപ്പോൾ അവരുടെ ജനങ്ങളെല്ലാം ഈർച്ചവാളുകൊണ്ട് ഈർന്നു കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും അടിച്ചു കൊല്ലുകയും പല വിധത്തിലും ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നേരിടാൻ പോകുന്ന ഖൗമ് അതിനേക്കാളൊക്കെ ശക്തിയായ കുഫ്രിയത്ത് ഉള്ളവരോടാണ്. അവരോട് ഞാൻ എങ്ങനെ നേരിടും? ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് പരിഭ്രമിച്ചു പോയതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച സ്വഹാബികളുടെ ചരിത്രം പറഞ്ഞാൽ ഇത് നേരം വെളുക്കുന്നത് വരെ പറഞ്ഞാലും തീരൂല. എനിക്ക് പറയാൻ സുഖവും കുറവാണ്. എല്ലാ തുറകളിൽ നോക്കിയാലും
സൽസ്വഭാവം ഒന്നല്ലാതെ നബിതങ്ങളിൽ നിന്ന് നമുക്ക് എത്തിക്കാൻ സാധ്യമല്ല. ഭാര്യമാരോടുള്ള സൽസ്വഭാവം, സഹാബത്ത് ശിഷ്യന്മാരോടുള്ള സൽസ്വഭാവം, അന്യവ്യക്തികളോടുള്ള സൽസ്വഭാവം, ഈ സൽസ്വഭാവം കൊണ്ടാണ് ഇസ്ലാമിലേക്ക് തന്നെ ആളുകൾ ധാരാളമായി കടന്നു വന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ആയ കാരണത്താൽ ലിൻത ലഹും, ജനങ്ങളോട് തങ്ങൾ വളരെ വിനയത്തിൽ ബന്ധപ്പെട്ടു. മറിച്ച് വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി, തങ്ങൾ ഒരു പരിപരുത്ത സ്വഭാവയോ അല്ലെങ്കിൽ ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നു എങ്കിൽ ലം ഫളു മിൻ ഹൗലിക, ജനങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അങ്ങനെയുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ അടുത്തു വന്നിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ മഹത്തായ റസൂല് വന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ നോക്ക്, ഒരു മകനെ ഒരു സ്ഥലത്ത് പറഞ്ഞേച്ചാൽ ഉമ്മക്കും ബാപ്പക്കും ആ ചിന്തയാണ് മകൻ തിരിച്ചു വരുന്നത് വരെ മകനൊന്നും അബദ്ധമൊന്നും പറ്റാതെ അപകടങ്ങളൊന്നും കൊടുക്കാതെ ഇവിടെ തിരിച്ചെത്തേണ്ടിയിരുന്നു റബ്ബേ എന്ന് ഉമ്മയും ബാപ്പയും തേടിക്കൊണ്ടിരിക്കും. മകന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വളരെ വിഷമമായി. അതുപോലെ അള്ളാഹു പറയുന്ന അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആ വിഷമം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ വിഷമമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളെല്ലാം നന്നായി തീരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന നബിയാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വലിയ കൃപ കാണിക്കുന്ന ആളും ദയാലുവും ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ നബിതങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ, നിങ്ങൾക്ക് പനിയുണ്ടായാൽ, നിങ്ങൾക്ക് തലവേദനയുണ്ടായാൽ, വയറുവേദനയുണ്ടായാൽ, വിശപ്പുണ്ടായാൽ, ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് ദുഃഖമാണ്. ഉമ്മത്തുകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല വിഷമവും ഉണ്ടായാൽ നബിതങ്ങൾക്കത് ദുഃഖമാണ്. അതാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കണം, സഹകരിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികൾ പഠിപ്പിക്കുമല്ലോ. ഇതിൻ്റെ കാരണം അതാണ്. നാം നമ്മുടെ ശരീരത്തെക്കാൾ മറ്റുള്ളവരെ കാണുകയും എത്രമാത്രം വിഷമങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സഹിക്കേണ്ടി വന്നത്. അള്ളാഹു തആല തന്നെ പറഞ്ഞു, വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലു വമിനൽ മുശ്രിക്കീന അദൻ, നിങ്ങൾക്ക് മുശ്രിക്കീങ്ങളിൽ നിന്നും അതുപോലെ കിതാബ് കൊടുക്കപ്പെട്ടവരിൽ നിന്നും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ചീത്തകൾ കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേട്ടാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നാം
എന്തെല്ലാമാണ് കേൾക്കേണ്ടി വരുന്നത്. ഹക്ക് പറയുമ്പോൾ പലതും കേൾക്കേണ്ടി വരുന്നവർ വരുന്നുണ്ട്. എന്ത് തന്നെ കേട്ടാലും ഹക്ക് മാത്രമല്ലാതെ അത് കളവ് ചേർത്ത് ഒരു വിഷയവും പറയാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആ നബി തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ പ്രിയം വെക്കുകയും ചെയ്ത സഹാബാക്കളിൽ പലരുടെയും ചരിത്രം നമ്മളിലുണ്ട്. എന്നാൽ സഹാബികൾ മാത്രമല്ല, മലകളും പർവ്വതങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രിയം വെച്ചിരുന്നു. ഒരിക്കൽ ഉഹദ് മലയിലേക്ക് കയറി ചെന്നപ്പോൾ ഉഹദ് മല വിറക്കുകയായി. എന്നാണ്, എന്നിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കയറി വന്നല്ലോ എന്ന സന്തോഷം കൊണ്ട് ഉഹദ് മല ഇളകുകയാണ്. ആ സമയത്ത് അവിടുത്തെ പറഞ്ഞു, ഉസ്ബുത്ത് ഉഹദു ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ഉഹദ് മല, നീ പുളകം കൊണ്ട് അധികമായി ഇളകല്ല, അടങ്ങ്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലായ ഞാനിവിടെ ഉണ്ട്, എൻ്റെ സിദ്ദീഖും ഉണ്ട്. മാത്രമല്ല വശഹീദാനി, പിന്നീട് ഷഹീദായി മരിക്കും. അങ്ങനെയുള്ള 2 പേര്, അഥവാ ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാ 2 പേരും ഷഹീദായി മരിക്കുമെന്ന് റസൂൽ പാക്ക് മുൻകൂട്ടി തന്നെ അറിയാം. അവരെ ഉദ്ദേശിച്ച് പറയാണ്, ഷഹീദാനി, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീ ഇളകല്ല എന്ന് പറഞ്ഞപ്പോൾ ഉഹദ് മല അത് അടങ്ങുകയായി. ആ മല പോലും. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹാദാ ജബലു ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നമ്മൾ ഈ മലയെ നമ്മൾ പ്രിയം വെക്കുന്നു, ഈ മല നമ്മളെ ഇങ്ങോട്ടും പ്രിയം വെക്കുന്നു എന്ന്. ജീവനില്ലാത്ത മലകൾ പോലും നബി തങ്ങളെ പ്രിയം വെച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ കേട്ടില്ല, വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന സമയത്ത് ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പഴ മട്ടൽ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി ഒരാളൊരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തയച്ചപ്പോൾ ആ മെമ്പറിൻ്റെ മുകളിലേക്ക് റസൂലുള്ള കയറിയപ്പോൾ അതാ ഈ മട്ടൽ കരയാൻ തുടങ്ങി. ചില ഹദീസിൽ കാണാം, തേങ്ങി കരഞ്ഞുകൊണ്ട് മെല്ലെയായിപ്പോയി. വേറെ ഹദീസിൽ കാണാം, പശുക്കൾ ചീറിക്കരയുന്നത് പോലെ ഉറക്കെ കരഞ്ഞു പോയെന്ന്. അങ്ങനെ മെല്ലെ തുടങ്ങി, അങ്ങനെ ഉറക്കെ കരഞ്ഞു, പിന്നെ അത് മെല്ലെയായി. ആ സമയത്ത് റസൂലുള്ള മെമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഈത്തപ്പന മട്ടലിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? മറുപടി പറയുന്നു, നബി തങ്ങൾ എന്നെ തൊട്ട് ചാരി നിന്നിരുന്നു, അത് ഇന്നു മുതൽ ഇല്ലാതെയായിപ്പോയല്ലോ. ഇതിൻ്റെ പേര് ഖേദിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ഈ ജീവനില്ലാത്ത ഈത്തപ്പനമട്ടൽ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ ഒന്ന് കാണാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ മരവും ചെടിയും എല്ലാം നബി തങ്ങളെ പ്രിയം വെച്ചിരുന്നു. വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ വെയിൽ കൊണ്ട് വാഹനമില്ലാതെയും കുടയില്ലാതെയും വെയിൽ കൊണ്ട് പോകുന്ന സമയത്ത് അടുത്തുള്ള വൃക്ഷങ്ങൾ ഓടി വന്ന് അതിൻ്റെ ഇലകൾ നിബിധങ്ങൾക്ക് തണലിട്ട് കൊടുത്തിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണ്. ഇമാം ബൂസീർ തൻ്റെ ബുർദയിൽ ആ കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
ഒരുപാട് മരങ്ങളും ചെടികളും അടക്കം ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നബി തങ്ങളെ ആദരിക്കുകയും പിന്നീല ഹജറൻ യുസല്ലിമു അലയ്യ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, എന്നെ കാണുമ്പോൾ ഞാൻ റിസാലത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് സലാം ചൊല്ലിയിരുന്ന കല്ല് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന്. അങ്ങനെ പല കല്ലുകളും സലാം പറയുന്നു, മണ്ണുകൾ സലാം പറയുന്നു, മലകൾ സലാം പറയുന്നു, മലകൾ സന്തോഷിക്കുന്നു. അങ്ങനെ എല്ലാ വസ്തുക്കളും, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കരയുകയും സന്തോഷിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാം. അതാണ് ബാബു ഹലാവത്തിൽ ഈമാൻ, ഈമാനിൻ്റെ മധുരത്തിൻ്റെ ബാബ് എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസിൽ 3 കാര്യം. ഒന്ന്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹു തആലയും റസൂലും അല്ലാത്ത എല്ലാ വസ്തുക്കളെക്കാളും അവൻ അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുക. അതാണ് ഈമാന്റെ മധുരമുള്ളവന്റെ അടയാളം. രണ്ടാമത്തത്, ومن أحب عبدا لا يحبه إلا لله, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പ്രിയം വെക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ പ്രിയം വെക്കാതിരിക്കുക. അവൻ നിസ്കരിക്കുന്നവനാണ്, എസ്എസ്എഫിന്റെ പരിപാടികൾക്കൊക്കെ എല്ലാത്തിനും വരുന്നവനാണ്, കിതാബ് ഓതി പഠിക്കുന്നവനാണ്. ആ പഠിക്കുന്ന മുത്താലിബ് പഠനം മുടക്കാതെയാണ് സംഘടനാ പ്രവർത്തനത്തിന് വരുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരാളെ പ്രിയം വെക്കൂല. ഒരു മനുഷ്യനെ പ്രിയം വെക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം. മൂന്നാമത്തത്, ومن يكره أن يعود إلى الكفر كما يكره أن يلقى في النار. കുഫ്രിയത്ത് വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവൻ, കുഫ്രിയത്ത് അവനിൽ നിന്ന് വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയാൽ കുഫ്രിയത്ത് വരും. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, പരിശുദ്ധ ഖുർആനെയും ആ ഖുർആൻ പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംബന്ധിച്ച് ഉള്ളത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്ന ആളുകൾ യൽഅനുഹുമുല്ലാഹു, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യും. എന്നിട്ട് പറയുന്നു, ഇല്ലല്ലദീന താബൂ, പാശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ, വഅസ്ലഹൂ, അവർ കേടുവരുത്തിയത് മുഴുവൻ നന്നാക്കുകയും, വബയ്യനൂ, അവർ മറച്ചു വെച്ചതൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ഒഴികെ. അങ്ങനെ ചെയ്താൽ ഞാൻ അവരെ തൗബ സ്വീകരിക്കും. നാം ചില ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഞാൻ എന്തിനു സുന്നിയിലേക്ക് മടങ്ങി എന്ന് ഒത്തിട്ട് പല ആളുകളും ലേഖനം എഴുതിയത് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും.
അത് റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ മറച്ചു വെക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അല്ലാത്ത എല്ലാ കക്ഷികളും റസൂലുള്ളാഹിന്റെ മഹത്വം മറച്ചു വെക്കും. അത് മറച്ചു വെക്കുന്ന ആളുകൾക്ക് അവരതിൽ നിന്നും മടങ്ങുകയും മറച്ചു വെച്ചതൊക്കെ ജനങ്ങളോട് ഞാൻ മറച്ചു വെച്ചതായിരുന്നു എന്ന് അത് വെളിവാക്കി കൊടുക്കുകയും അവർ അതുവഴി കേടുവരുത്തിയതിനെ നന്നാക്കുകയും ചെയ്താൽ മാത്രമേ അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കേവല സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു പോയി എന്നൊക്കെ എഴുതിയവരും പറയുന്നവരും ഇവിടെയുണ്ട്. മാത്രമല്ല, ഒരു മൗലവി പ്രസംഗിച്ചു, 40 ലക്ഷം ആളുകൾ ഒരു കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ 5 ലക്ഷം ആളുകൾ മാത്രമാണ് ഈമാനോടുകൂടി മടങ്ങുന്നത്, ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കായിട്ടാണ് മടങ്ങുന്നത്. അത് അവൻ പറഞ്ഞത് മദീനത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് പോകുന്നത് കൊണ്ട് മുശ്രിക്കായി പോകും എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത് പ്രസംഗിച്ചത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയ ആൾ ആദ്യത്തെ ദുആ നബി തങ്ങൾക്ക് സലാം പറഞ്ഞതിൻ്റെ ശേഷം അവിടെ വെച്ചുള്ള ദുആ നബി തങ്ങളിലേക്ക് മുന്നിട്ട് കൊണ്ടാണോ അതല്ല ഖിബലക്ക് മുന്നിട്ട് കൊണ്ടാണോ എന്ന് ഒരാൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലിമ തസ്രിഫു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ വസീലത്തുനാ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിലേക്ക് നമുക്ക് ചേരാറുള്ള വസീലയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ട് നീ എന്തിനാണ് അവിടുന്ന് തിരിഞ്ഞു കളയുന്നത്? അവയെ മുന്നിട്ട് കൊണ്ട് തന്നെ ദുആ ചെയ്തോ എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ഈളാഹിൽ ആ കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദുആ നബി തങ്ങളിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെയാണ് മദീനത്ത് വെച്ച് ദുആ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുആ ഉണ്ട്, അത് ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വെച്ചുള്ള ദുആ ഉത്തരം കിട്ടുമെന്നും അവിടുന്ന് നമ്മളെ ശഫാഅത്ത് ചെയ്യുമെന്നും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അതെല്ലാം അവിടുത്തെ സ്വഭാവത്തിൻ്റെ സൽസ്വഭാവത്തിൻ്റെയും അവിടുത്തെ സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും പേരിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. അവിടത്തോടുള്ള ഹുബ്ബ് നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ആഖിറത്തിൽ വെച്ച് എല്ലാ ജനങ്ങളും ഇപ്പോ നിങ്ങൾ മൗലിദ് ഓതിയപ്പോ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ ഇതിനെ എതിർത്തിട്ട് സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നത് നബിയാണ് എന്ന് പറയുന്നതിനാണ് എതിർക്കുന്നത്. അൽ ഖലായിഖ് എന്ന് പറഞ്ഞാൽ ഈമാനുള്ള സൃഷ്ടികൾ എന്നാണ്. ഈമാനുള്ള സൃഷ്ടികളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. മാ മിൻകും ബി അശദ്ദ ലില്ലാഹി മുനാശദത്തൻ മുനാശദത്തുക്കും
ലിഇഖ്വാനികുമുല്ലദീന ദഖലൂ ഫിന്നാർ. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നരകത്തിൽ കടന്നുപോയ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹിൻ്റെ മുമ്പിൽ തർക്കിച്ച് പറയൂ, പടച്ചവനെ അവരൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നിങ്ങനെ പറയും. ആ സമയത്ത് അള്ളാഹു തആല അതാ എല്ലാവർക്കും സമ്മതം കൊടുത്ത് അതിന് ശേഷം ഏറ്റവും ഒടുവിൽ പറയുന്നത് ശഫാഅത്തിൽ അംബിയാഉ വൽ മലായികത്തു വസ്സാലിഹൂൻ ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അള്ളാഹുവിൻ്റെ അംബിയാക്കൾ ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞുപോയി, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞുപോയി. ഇനി അർഹമുർ റഹീമായ ഞാനല്ലാതെ ബാക്കിയില്ല. ഞാൻ തങ്ങൾക്ക് വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അവിടുത്തെ ശഫാഅത്തിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കുട്ടികളെ, യുവാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം. ഒരു ചെറിയ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ അത് എല്ലാവരും ഒരു ദിവസം 100 വട്ടം ചെല്ലണം. പേടിച്ചോടണ്ട, ചെറിയ സ്വലാത്താണ്. സ്കൂളിൽ പോകാനുണ്ട്, കോളേജിൽ പോകാനുണ്ട്, പഠിക്കാൻ പോകാനുണ്ട്. പിന്നെ എങ്ങനെ 100 തോന്നും? പേടി വേണ്ട ആർക്കും. സ്വലാത്ത് ചെല്ലിയാൽ നമുക്ക് മൗത്തിൻ്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ സാധിക്കും. ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്തിൽ നമുക്ക് ഉൾപ്പെടുകയും ചെയ്യാം. വറഫഅനാ ലക ദിക്റക. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മദീഹ് പറയുന്ന എല്ലാവർക്കും മടിയ. അല്ലാഹു തആല പറയുന്നു, തങ്ങളുടെ ദിക്ർ, തങ്ങളെ പറയൽ, അത് നമ്മൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി ഉയർത്തിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ബാങ്ക് കൊടുത്ത്, ഇപ്പൊ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം വേറെ ഇല്ലേ? ഇതിലൊക്കെ മാഷന്മാരും സ്കൂളിൽ പോയ കുട്ടികളൊക്കെ ആണല്ലോ, അറിയാം. ഇങ്ങനെ റൊട്ടേഷനായിട്ട് 24 മണിക്കൂറും ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാതിരുന്നാൽ ബാങ്ക് സഹിയാകും? ഇല്ല. അതുപോലെ നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് അല്ലാതിരുന്നാൽ നിസ്കാരം സഹിയാവില്ല. അതും 24 മണിക്കൂർ ഇങ്ങനെ. അതിൻ്റെ പുറമെ 7 ആകാശത്തിലും എത്രയോ ലക്ഷോപിലക്ഷം മലക്കുകൾ റസൂലുള്ളാഹിനെ മദീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ മലായിക്കത്ത് റസൂലുള്ളാഹിനെ മദീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കണം. ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാ സ്ഥലത്തും ഒരു മുസ്ലിമെങ്കിലും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അവിടെയൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് പറയണം. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ് നേരിട്ട് സലാം പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചെല്ലണം. ഇതെല്ലാം നോക്കിയാൽ റസൂലുള്ളാഹിനെ പറയാത്ത, റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഒരു സെക്കൻഡ് പോലും ഉണ്ടാവുകയില്ല. അതാണ് വറഫഅനാ ലക ദിക്റക. തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് തങ്ങൾക്ക് മാത്രമുള്ളതാണ്, മറ്റൊരു നബിക്കും ഇല്ലാത്ത ഈ സ്ഥാനം നാം നിലനിർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. വറഫഅനാ ലക ദിക്റക അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك
فإن مع العسر يسرا إن مع العسر يسرا وإذا فرغت فانصب وإلى ربك فارغب. ആദ്യം തന്നെ അള്ളാഹു ആ സൂറത്തിൽ ചോദിക്കുന്നത് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയം ലോകം മുഴുവനും എന്ത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ദുന്യാവിലോ ആഖിറത്തിലോ എവിടെയാണെങ്കിലും ഉള്ള കാര്യങ്ങൾ അറിയുന്ന വിധത്തിൽ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? എത്ര വലിയ നിയമത്താണ് ഞാൻ ചെയ്തത് അല്ലാഹു തആല പറയുന്നു. അതിൻ്റെ ശേഷമാണ് വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞത്. വവളഅനാ അൻക വിസ്റക, ഒരു കുറ്റവും തങ്ങളിൽ നിന്ന് ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ആക്കിയിരിക്കുന്നു. അതിന് ശേഷം വറഫഅനാ ലക ദിക്റക എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും മധുവും പ്രശംസയും പറയാത്ത ഒരു സമയവും ഒരു സ്ഥലവും ഇല്ല. ഇവിടെ നാലാള് അത് പറയണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയണ്ടെന്നല്ലാതെ അവൻ രക്ഷ കിട്ടണമെന്നല്ലാതെ പറയുന്നവരെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. കോടാനകോടി മലക്കുകളും കോടാനകോടി മനുഷ്യരും എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാലിക് ഇമാമ് ഒരിക്കൽ പറഞ്ഞ റസൂൽ പറഞ്ഞു, നബി പറഞ്ഞു, ഇങ്ങനൊന്നൊരു ലോക്കലായിട്ട് പറഞ്ഞാൽ പറ്റൂല. ഒരു പക്ഷേ റസൂലുള്ളാഹി എന്ന് ഇളാഫത്ത് ചെയ്ത് പറയണം, അല്ലെങ്കിൽ സ്വലാത്ത് കൂട്ടി പറയണം. ഇതൊന്നുമില്ലാതെ ചില ആളുകൾ നബി പറഞ്ഞു നബി പറഞ്ഞു നബി പറഞ്ഞു റസൂൽ പറഞ്ഞു. എന്ത് റസൂൽ പറഞ്ഞത്? അങ്ങനത്തെ ആ ലോക്കൽ പറത്തിന് പാടില്ല, എന്നാൽ അതിനെ ഞാൻ വെറുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുന്നവരും അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരും ആവണം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കാസർഗോഡ് അഹ്ദൽ താഹിറുൽ അഹ്ദൽ തങ്ങളുടെ മകൻ ഹാമിദുൽ അഹ്ദൽ SSFിൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ച് ബോധരഹിതനായി. ഇന്നലെ തലക്ക് ഓപ്പറേഷൻ നടത്തി ആസ്പത്രിയിൽ കിടക്കുകയാണ്. ഷിഫക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആ കുട്ടിക്ക് അല്ലാഹു തആല എളുപ്പത്തിൽ ഷിഫ കൊടുക്കട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങളെ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമത്തിൽപ്പെട്ടവരുടെ വിഷമത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും മുഹബ്ബത്തും വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ് ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, കുട്ടികൾ, ചെറുപ്പക്കാർ എല്ലാവരും തൻ്റെ ദീനിനെ പ്രിയം വെച്ചുകൊണ്ട് വന്നിട്ടുള്ളവരാണ്. എല്ലാവർക്കും നീ അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. വിവാഹം കഴിക്കാത്ത എല്ലാവർക്കും അനുയോജ്യമായ വിവാഹം നടത്താൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകണം അല്ലാഹ്.
ഞങ്ങളുടെ ഉമ്മവാപ്പമായ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബറിനെ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാനും അവിടുത്തെ പ്രശംസിക്കാനും അവിടുത്തെ ഗുണങ്ങൾ കിട്ടാനും തൗഫീഖ് ചെയ്യണം റഹ്മാനെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.